വീണ്ടും ഇറാന് മുന്നിൽ പരിഹാസ്യനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് മനക്കോട്ട കെട്ടുകയാണ് ട്രംപ് ഇവിടെ ചെയ്യുന്നത്. US-ഉം ഇറാനും ഒരു സമാധാന കരാറിന് വളരെ അടുത്തെത്തിയതായും ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചതായും സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഇതാകട്ടെ ഇറാൻ അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയോടാണ് ഇപ്പോൾ ഇറാനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ട്രംപിനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നാണം കെടുത്തുന്ന തരത്തിൽ ഒരു വീഡിയോ ദൃശ്യമടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ട്രംപിനെ കണക്കറ്റ് പരിഹസിക്കുകയും എക്സ് അക്കൗണ്ടിലൂടെ തന്നെ ഈ വീഡിയോ ദൃശ്യമടക്കം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഇറാനുമായുള്ള ഒരു കരാറിന് അടുത്തെത്തിയിട്ടുണ്ട് എന്നും കരാർ പ്രകാരം അമേരിക്കയ്ക്ക് സൗജന്യമായി എണ്ണയും ഹോർമുസ് കടലിടുക്കിന്റെ സേവനവും നൽകുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ ഇറാനിലെ സർക്കാർ മാധ്യമങ്ങളാണ് ഒന്നടങ്കം പരിഹസിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് മനക്കോട്ട കെട്ടുകയാണ് എന്നും ട്രംപിന്റെ ഒരു മാധ്യമ സംവാദത്തിന്റെ ക്ലിപ്പ് ഔദ്യോഗികമായി തന്നെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഇറാനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ഈ പരിഹാസം അവിടെ നടത്തിയിരിക്കുന്നത്. ഒരു പേർഷ്യൻ പഴഞ്ചൊല്ലും ഇവിടെ അവർ പങ്കുവച്ചിട്ടുണ്ട്. ദ ക്യാമൽ ഡ്രീംസ് ഓഫ് കോട്ടൺ സീഡ്, സംടൈംസ് ഗ്ലംപിംഗ് ഇറ്റ് ഡൗൺ, സംടൈംസ് ഈറ്റിംഗ് ഇറ്റ് ഗ്രെയിൻ ബൈ ഗ്രെയിൻ എന്ന ഈ ഒരു പഴഞ്ചൊല്ലും കൂടെ അവിടെ പങ്കുവെച്ചുകൊണ്ടാണ് ആ വീഡിയോ ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. സാധ്യമല്ലാത്ത ആഗ്രഹങ്ങളോ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരാളെ വിവരിക്കാൻ ഈ ഒരു പഴഞ്ചൊല്ല് തന്നെ ധാരാളമാണ് എന്നും ഇത് പലപ്പോഴായി തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ആകട്ടെ മുൻപ് ട്രംപിനെ പരിഹസിക്കാൻ ഇത്തരം ഒരു വാചകം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ US-ഉം ഇറാനും ഒരു സമാധാന കരാറിന് വളരെ അടുത്തെത്തിയതായും ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ സമ്മതിച്ചെന്നും ട്രംപ് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. ഇറാനുമായുള്ള ചർച്ചകൾ നന്നായി തന്നെ പുരോഗമിക്കുകയാണ് എന്നും ഉടൻ ഒരു വഴിത്തിരിവുണ്ടാകുമെന്നും ട്രംപ് ഇവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചാൽ വളരെ വേഗം പ്രഖ്യാപിക്കപ്പെടുമെന്നും അത് നമുക്ക് സൗജന്യ എണ്ണയും സൗജന്യ ഹോർമുസ് കടലിടുക്ക് സേവനവും നൽകും എന്നത് അത് വളരെയധികം നന്നായിരിക്കുമെന്നും നിങ്ങളുടെ എണ്ണവില അതിന് മുൻപത്തേക്കാൾ താഴേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നതായും ട്രംപ് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. US ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറാകട്ടെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫുമായി തന്നെ ടെഹ്റാനിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നടന്ന ആദ്യ റൗണ്ട് ചർച്ചകളിൽ ഇറാനിയൻ പ്രതിനിധി സംഘത്തെ ഗലീബാഫാണ് നയിച്ചതും. ഇതെല്ലാം കൊണ്ടും ഇവിടെ എത്രത്തോളം ഇതിൽ സത്യാവസ്ഥയുണ്ട് എന്നതും ഇനി വരും ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ കൊണ്ട് അടിസ്ഥാനമാക്കേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.